ബിബി, ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇറാനിലെ പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തങ്ങൾ കൂടി പങ്കാളിത്തം വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാവ ആളിനെ പരമോന്നത നേതാവായി പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം. SKN യഥാർത്ഥത്തിൽ ഇത് വല്ലാത്ത വിചിത്രമായ കാര്യമാണ്. കാരണം ഇറാൻ ഭരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അവർക്ക് അതിന് നിയതമായൊരു ചട്ടക്കൂടുണ്ട്, 88 കൗൺസിലുണ്ട്. ഇപ്പോൾ തന്നെ അതിനെ ചെയ്യാനായിട്ട് അവിടുത്തെ പ്രസിഡന്റും ഇവരൊക്കെ ആയിട്ടുള്ളൊരു നീക്കം നടക്കുന്നുണ്ട്. ഈ ആയത്തുള്ള അലി ഖമനിയുടെ മകൻ മുസ്താബ് ആയത്തുള്ളയുടെ മകനെ തെരഞ്ഞെടുത്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ പിൻഗാമിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞ സാഹചര്യത്തിലാണ് SKN ആ തരത്തിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാതെ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിക്കുന്നില്ല പേര്. പ്രഖ്യാപിച്ചാൽ കൊല്ലുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ SKN ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുകയാണ്. ഇറാൻ്റെ ഒരുപാട് കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ. അതുകൊണ്ടാണ് 80% ആക്രമണം കുറഞ്ഞു എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങിയെങ്കിലും അതിന് മൂർച്ച വേണ്ട പോലെയില്ല. സൗദിയിലും UAE-യിലേക്കൊക്കെ നടത്തിയ ആക്രമണങ്ങൾ കംപ്ലീറ്റ് പാട്രിയോട്ട് സംവിധാനം വെച്ച് തകർത്ത് കളഞ്ഞു. അല്പമെങ്കിലും ആക്രമണം നടന്നിട്ടുള്ളത് ബഹ്റിനിലാണ്. 2 ഹോട്ടലുകൾക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലും ആക്രമണം ബഹ്റിനിൽ നടന്നതായിട്ടാണ് ഔദ്യോഗികമായിട്ട് അവർ ഇന്റീരിയർ മിനിസ്ട്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടുള്ള SKN ഫ്രാൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഫ്രാൻസ് പറഞ്ഞത് ഈ തരത്തിൽ ഫ്രാൻസും ബ്രിട്ടൻ പ്രത്യേകിച്ച് ബ്രിട്ടൻ ജെറ്റ് വിമാനങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ഖത്തറിന്. അതുപോലെ തന്നെ ലെബനോനിൽ കയറി ആക്രമിക്കരുതെന്ന് ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നു. ഫ്രാൻസ് ലെബനോനിൽ നിർത്തണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ ഡിവൈഡഡ് ആണ്. ഒരു ഭാഗത്ത് ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഒരു താവളം വിട്ടുകൊടുത്തു. ഇന്ന് അതേ ഫ്രാൻസ് തന്നെ ലെബനോനിൽ ഇസ്രായേലിനോട് ആക്രമണം നിർത്തണം, ലെബനീസ് ജനതയെ ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ യൂറോപ്പ് ഇതിൽ പങ്കാളിയാവുന്നുണ്ടെങ്കിലും ആ തരത്തിൽ അവർ അമേരിക്കയെ പിന്തുണയ്ക്കുന്നില്ല, സേനാ താവളം വിട്ടുകൊടുക്കുന്നു. ബ്രിട്ടീഷുകാർ മാത്രമാണ് കുറച്ചൊരു വ്യത്യാസമുണ്ടായിട്ടുള്ളത്. ഖത്തറിലേക്ക് ജെറ്റ് വിമാനങ്ങൾ വിട്ടുകൊടുക്കുകയും ഖത്തർ SKN അറിയാവുന്ന പോലെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് സ്ഥലമാണ്. ഖത്തറിൽ വലിയ ആക്രമണം വരുന്നുണ്ട്. അത് തടയാൻ സേനാ താവളങ്ങൾക്ക് നേരെയാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുന്നില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.